ഹലോ, ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. 27ാമത്തെ ദിവസമായി. പുതിയതായിട്ട് 5 മത്സരാർത്ഥികളെ അകത്തേക്ക് കൊണ്ടുവന്നു ബിഗ് ബോസിൻ്റെ അകത്തേക്ക്. ഒന്ന് ജിസിൻ, മസ്താനി, പ്രവീൺ, സാബുമാൻ, ലക്ഷ്മി. ഈ 5 പേരെയാണ് കൊണ്ടുവന്നത്. ജിസിന് ഷാനവാസാണ് വെൽക്കം ചെയ്തത്. മസ്താനിക്ക് റെനയും, പ്രവീണിന് അനീഷ്, സാബുമാന് ആര്യനും, ലക്ഷ്മിക്ക് നെവിനും. ഇവര് വെൽക്കം ചെയ്യുന്നവര് വീട് മുഴുവൻ കാണിച്ചു കൊടുക്കണം. വീട്ടിലുള്ള എല്ലാ ഇതൊക്കെയാണ് റൂംസ്, ഇങ്ങനെയൊക്കെയാണ്, ഇവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവർക്ക് ഓരോരോ ഗിഫ്റ്റ് കൊടുത്തു. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് റെന, ബിനി, നെവിൻ ഇവർ 3 പേരെ സെലക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്കൊരു ടാസ്ക് കൊടുത്തിരുന്നു. ആ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ കയറ് 3 പേരും 3 പേരുടെ ഓപ്പോസിറ്റ് ആൾക്കാരെ കാലിൽ കെട്ടണം. ഒരു കാലിൽ ഈ കയറിനിട്ടിട്ട് കെട്ടണം. എന്നിട്ട് ആ കയറിനെ പെട്ടെന്ന് ആരാണോ അഴിച്ചിടുക അവരാണ് ഈ ക്യാപ്റ്റനായിട്ട് സെലക്ഷൻ ചെയ്യുക. അതിന് നെവിനായിരുന്നു ക്യാപ്റ്റനായിട്ട് കിട്ടിയത്, സെലക്ട് ആയത്. പിന്നെ മസ്താനി വന്നിട്ടുണ്ടല്ലോ, അവർ വന്നത് എല്ലാവരോടും വഴക്ക് കേട്ടോ. മസ്താനി രേണുസുതി ടാർഗറ്റ് ചെയ്തിട്ട് വന്ന മാതിരി ഉണ്ടായിരുന്നു അവളുടെ ഓരോ ബിഹേവിയേഴ്സൊക്കെ. എന്നിട്ട് രേണുസുതിയോട് പറയണം, സ്ക്രീൻ സ്പേസ് ഞാനായിട്ട് വഴക്കമുണ്ടാക്കിയിട്ട് സ്ക്രീൻ സ്പേസ് ഞാനായിട്ട് നിനക്ക് ഉണ്ടാക്കി തന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പറയുന്നത്. എന്തോ വലിയ പെരുമ. പക്ഷെ രേണുസുതിയെ എന്താണ് വിധവ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന്റെ മുൻപിൽ എന്താ കളിച്ച കളിയെന്ന് നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്നില്ല. അത് കാരണം കൊണ്ട് കംപ്ലീറ്റഡ് ആയിട്ട് നമുക്ക് എന്താ പറയാന്നുള്ളത് അതിൽ പറയാൻ പറ്റുന്നില്ല. പക്ഷെ വിധവ എന്നൊക്കെ പറയുമ്പോൾ അതൊരു നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നന്നായി തോന്നുന്നില്ല. ഒരാള് ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ളൊരു വാക്കുകൾ പറയുന്നത് അതില് ഇത്രയ്ക്ക് വിവരമില്ലാണ്ടാണോ സംസാരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇന്നലെ രാത്രി വന്നിട്ട് അപ്പാനിയും ആദിലയും അപ്പാനി വന്നിട്ട് ആദിൽ എന്തോ ഒരു വേണ്ടാത്ത വാക്കുകൾ അവിടെ യൂസ് ചെയ്ത് രാത്രി മുഴുവൻ ഒക്കെ പ്രശ്നം വഴക്കായിരിക്കുന്നു അതിൻ്റെ ഉള്ളില്. പിന്നെ അനുമോള് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ബിഗ് ബോസ് കാണിക്കുന്നില്ല. അതുകൊണ്ട് കംപ്ലീറ്റ് ഇതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നോമിനേഷനിൽ പോയാഴ്ചയുള്ള എല്ലാവരും ഈ ആഴ്ചയുണ്ട്. വീണ്ടും നോമിനേഷൻ ചെയ്തതിൽ ബാലൻസ് ഉള്ള എല്ലാവരും പെട്ടു. നെവിൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് നെവിനും പുറത്തുനിന്ന് വന്ന 5 പേരും മാത്രമാണ് ബാലൻസ് അതിലുള്ളത്. പിന്നെ നമ്മള് ഈ 2 മണിക്കൂർ ടാസ്ക് കൊടുത്തിട്ടുണ്ടല്ലോ അനുമോളും ജിസയിലും. അവരകത്ത് പോയിട്ട് 2 മണിക്കൂർ ഇരുന്ന് 2 പേരും നല്ല സൗഹൃദം സൃഷ്ടിക്കണമെന്നാണല്ലോ അതിൽ പറഞ്ഞത്. അപ്പൊ ഈ 2 പേരും പോയി ഇരുന്ന് കുറെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് ദിവസം അതൊരു ടാസ്ക് ആയിട്ടാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. 2 മണിക്കൂർ ജയിൽവാസം പോയിരിക്കുക വരിക. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.